Hi everyone, welcome to Road to Bethlehem. I'm Joe. I'm Angela. റോഡ് ടു ബെത്ലഹേം എന്ന ഈ പ്രോഗ്രാം ഡിസംബർ 1 തൊട്ട് ഡിസംബർ 25 വരെയുള്ള ഒരു കണ്ടിന്യൂസ് പ്രോഗ്രാമാണ്. ഇന്ന് ഡിസംബർ 1 ഏതൻ ഡേ. നമുക്ക് ഉണ്ണീശോയെ വരവേൽക്കാം. These 25 days we will be with you. Are you ready? റോഡ് ടു ബെത്ലഹേം എന്ന ഈ പ്രോഗ്രാമിൽ പല സെഗ്മെന്റ്സ് ഉണ്ട്. ആദ്യത്തെ സെഗ്മെന്റ് ദ ബൈബിൾ വേർഡ്. നമ്മൾ ഓരോ ദിവസവും ഓരോ ബൈബിൾ പാസേജ് റിഫ്ലക്ട് ചെയ്യുന്നതായിരിക്കും, ഒറ്റയ്ക്കല്ല, ഫാമിലി ആയിട്ട്. ഇന്ന് നമ്മൾ ഫാമിലി ആയിട്ട് റിഫ്ലക്ട് ചെയ്യാൻ പോകുന്ന ബൈബിൾ വാക്യം ഉൽപ്പത്തി 3-ാം അധ്യായം 14 മുതൽ 19 വരെ. നമുക്ക് ബൈബിൾ വേർഡ് എന്ന സെഗ്മെന്റിലേക്ക് പോയാലോ? യെസ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ ഏദൻ തോട്ടം. ദൈവം മനുഷ്യനു വേണ്ടി ഭൂമിയിലെ സകലതും സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ സമ്പന്നതയിൽ, ദൈവത്തിൻ്റെ സന്തോഷത്തിൽ മനുഷ്യനെ പങ്കുചേർത്ത് ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ ദൈവം കാത്തുപരിപാലിച്ചു. അനുസരണക്കേട് മൂലം അകന്നുപോയെങ്കിലും ദൈവത്തിന് മനുഷ്യനെ ഉപേക്ഷിക്കാനാവില്ലല്ലോ. മനുഷ്യനെ കീഴ്പ്പെടുത്തുന്ന തിന്മയെ പരാജയപ്പെടുത്താനായി ക്രിസ്തു എന്ന രക്ഷകനെ വാഗ്ദാനം ചെയ്യുന്ന ആദ്യ ഭാഗമാണ് ഈ 1-ാം ദിവസം നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 14 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. നിങ്ങളെല്ലാവരും വായിക്കില്ലേ? കഥ കേൾക്കാൻ ഇഷ്ടല്ലേ? കഥയോ? നമ്മുടെ അടുത്ത സെഗ്മെന്റ്. സ്റ്റോറി ടൈം. ഒരു ആന്റി കഥ പറഞ്ഞ് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. നമുക്ക് സ്റ്റോറി ടൈമിലേക്ക് പോയാലോ? സ്റ്റോറി ടൈമിലേക്ക് എൻ്റെ എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും സ്വാഗതം. കഥ ഇഷ്ടമില്ലാത്ത ആരുമില്ല അല്ലേ? കഥ പറയാൻ അലിസാൻഡ് റെഡിയാണ്. കേൾക്കാൻ നിങ്ങൾ റെഡിയല്ലേ? നമ്മൾ ക്രിസ്മസ് സീസണിലാണ്. ഇപ്പോൾ കൊറോണ കാലമാണ്. നമ്മൾ ഫ്രണ്ട്സ് ഇല്ല, സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, പുറത്തു പോയി കളിക്കാൻ പറ്റുന്നില്ല. കുറേ സങ്കടങ്ങളുടെ നടുവിലല്ലേ? അങ്ങനെ കുറേ സങ്കടങ്ങളുടെ നടുവിലേക്കാണ് ഈശോ വലിയ പ്രത്യാശയായിട്ട് ഈ ലോകത്തിലേക്ക് വന്നത്. അപ്പോൾ നമ്മൾ ഈശോയെ വരവേൽക്കാൻ ഒരുങ്ങുന്നൊരു സീസണിലാണ്. നമുക്ക് കഥയിലേക്ക് കടക്കാം. മദർ തെരേസയെ നിങ്ങൾക്ക് എല്ലാം ഇഷ്ടമല്ലേ? മദർ തെരേസയെ ഇഷ്ടമില്ലാത്ത ആരുമില്ല. മദർ തെരേസയുടെ സിസ്റ്റേഴ്സിൻ്റെ കോൺഗ്രിഗേഷൻ്റെ പേര് മിഷണറീസ് ഓഫ് ചാരിറ്റി. ഈ മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ ഹൗസസ് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. എല്ലാ രാജ്യങ്ങളിലും ഉണ്ടെന്ന് പറഞ്ഞാൽ സിസ്റ്റേഴ്സ് കൂടുതലായിട്ടും ശ്രദ്ധിക്കുന്നത് ഒത്തിരി പാവപ്പെട്ട ആൾക്കാരുടെ ഇടയിൽ, മറ്റാരും ശ്രദ്ധിക്കാനില്ലാത്തവരുടെ ഇടയിൽ, രോഗികളായവർ, അനാഥർ, അങ്ങനെയുള്ള ആളുകളെയൊക്കെ അവർ ടേക്ക് കെയർ ചെയ്യുന്നു. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ വളരെ റിമോട്ടായിട്ടുള്ളൊരു സ്ഥലത്ത് ആദിവാസികളുടെ ഒരു കോളനിയിൽ അവിടെ സിസ്റ്റേഴ്സ് പ്രവർത്തിക്കാനായിട്ട് ചെന്നു. അപ്പോൾ അവർ ഓരോ വീടുകളിൽ ചെന്നു അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു വീട്ടിലെ കഥ കടഞ്ഞു കിടക്കുന്നു. അപ്പോൾ സിസ്റ്റേഴ്സ് ആദ്യം വിചാരിച്ച് അവിടെ ആരുമില്ല. അപ്പോൾ ബാക്കിയുള്ളവരോട് ചോദിച്ചപ്പോൾ മനസ്സിലായി ആ വീട്ടിലൊരു ചേട്ടനുണ്ട്. പക്ഷേ അദ്ദേഹം ആരുമായിട്ട് സംസാരിക്കത്തില്ല, പുറത്തിറങ്ങത്തില്ല, ആ വീടിനുള്ളിൽ തന്നെയാണ്. വേറൊരു പ്രത്യേകത, ഇദ്ദേഹം ഒരിക്കലും വിളക്ക് തെളിക്കാറില്ല വീട്ടിൽ. ആ വീട്ടിലുള്ള അഴുക്കും വേസ്റ്റും എല്ലാം ഈ ചപ്പുകൂനയുടെ നടുവിലാണ് അദ്ദേഹത്തിൻ്റെ വാസം. അപ്പോൾ ബാക്കിയുള്ളവർ പറഞ്ഞു, സിസ്റ്ററെ മിണ്ടാൻ സാധ്യതയില്ല. അപ്പോൾ സിസ്റ്റർ പറഞ്ഞില്ല, നമുക്ക് അദ്ദേഹത്തെ ഉപേക്ഷിക്കാൻ പറ്റില്ല. അങ്ങനെ സിസ്റ്റേഴ്സ് ചെന്നു, കഥയ്ക്ക് മുട്ടി വിളിച്ചു. ഇയാൾ വളരെ അത്ഭുതത്തോടെയാണ് സിസ്റ്റേഴ്സിനെ നോക്കുന്നത്. കാരണം ആദ്യമായിട്ടാണ് ആ വീട്ടിലേക്ക് ആളുകൾ ചെല്ലുന്നത്. അപ്പം സിസ്റ്റേഴ്സ് അകത്ത് ചെന്നു. അപ്പോൾ ചെന്ന് ചോദിച്ചു, വർത്തമാനമൊക്കെ പറഞ്ഞപ്പോൾ ചോദിച്ചു, ചേട്ടൻ വിളക്കൊന്നും തെളിക്കാറില്ലേ എന്ന് ചോദിച്ചു. പെട്ടെന്ന് അയാളിങ്ങനെ മുഖമൊക്കെ കുനിച്ച് മിണ്ടാതിരുന്നു. അപ്പോൾ സിസ്റ്റേഴ്സ് ചോദിച്ചു, ഞങ്ങൾ ചോദിച്ചത് വിഷമമായോ? പറഞ്ഞു, ഇല്ല. പെട്ടെന്ന് അയാൾ ചോദിക്കുകയാണ്, ഞാൻ എന്തിനാണ് വിളക്ക് തെളിക്കുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വിളക്ക് തെളിക്കേണ്ടത്? എന്നെ കാണാൻ ആരും വരാറില്ല, ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ഇങ്ങനെ. അപ്പോൾ സിസ്റ്റേഴ്സ് പറഞ്ഞു, അതൊന്നും വിഷമിക്കേണ്ട, ചേട്ടന് ഞങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് സിസ്റ്റേഴ്സ് വേഗം ആ വീടൊക്കെ അടിച്ച് വൃത്തിയാക്കി ചപ്പ് ചവറൊക്കെ കൊണ്ടുപോയി കത്തിച്ച്, എന്നിട്ട് അപ്പോഴേക്കും വൈകുന്നേരമായി, സന്ധ്യ ആയപ്പോൾ സിസ്റ്റേഴ്സ് ഒരു വിളക്ക് കത്തിച്ച്, പൊടി പിടിച്ച് കിടന്ന ഒരു വിളക്കെടുത്ത് വൃത്തിയാക്കി വിളക്ക് കത്തിച്ച് വെച്ചു. അപ്പോൾ ഇദ്ദേഹം ഇതെല്ലാം വളരെ അത്ഭുതത്തോടെയാണ് നോക്കുന്നത്. സിസ്റ്റേഴ്സ് ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു എതിർപ്പും കാണിച്ചില്ല. പോകാൻ നേരത്ത് അയാളൊന്ന് പുഞ്ചിരിച്ചു. അപ്പോൾ സിസ്റ്റേഴ്സിന് വലിയ സന്തോഷമായി. അപ്പോൾ പറഞ്ഞു, ചേട്ടാ വിളക്ക് തെളിക്കണം, ഈശോ വെളിച്ചമായിട്ട് പ്രകാശമായിട്ടല്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നത്. അങ്ങനെ ആ സിസ്റ്റേഴ്സ് സന്തോഷത്തോടെ അവിടുന്ന് പോയി. കൂട്ടുകാരെ, പിന്നീട് ആ ചേട്ടൻ എല്ലാ ദിവസവും വീട്ടിൽ വിളക്ക് തെളിക്കുമായിരുന്നു. പിന്നീട് ഒരിക്കൽ പോലും അദ്ദേഹം വിളക്ക് തെളിക്കാതിരുന്നിട്ടില്ല.
ശരിക്കും ഒന്ന് ഓർത്ത് നോക്കേ, ക്രിസ്മസിന് ഈശോ എന്താ ചെയ്തത്? ഈശോ ശരിക്കും അന്ധകാരത്തിലായിരുന്ന ഒരു വലിയ ജനത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഭൂമിയിലേക്ക് വന്നത് അല്ലേ? അതാണ് യെശയ്യായുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. അന്ധകാരത്തിലായിരുന്ന ജനം വലിയൊരു പ്രകാശമാണ്. അപ്പോൾ ഈശോ ഈ ലോകത്തിലേക്ക് പ്രകാശമായി വന്ന ദിവസമാണ് ക്രിസ്മസ്. ആ സുദിനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഒരുങ്ങുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടുന്നത്? എപ്പോഴും നമ്മുടെ മനസ്സിൽ ഓർമ്മ വേണം, ഈശോ പ്രകാശമായിട്ട് ലോകത്തിലേക്ക് വന്നു. ആ ഈശോ ആകുന്ന വെളിച്ചം എൻ്റെ ഉള്ളിലുണ്ട്. അപ്പം ഞാൻ എന്ത് വേണം? ഞാനും വെളിച്ചമായിട്ട് മാറണം. ഈശോ പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, ലോകത്തിൻ്റെ പ്രകാശമാണ്. ഈ ലോകത്തിൽ പ്രകാശമുള്ള മക്കളായിട്ട് ജീവിക്കാനായിട്ടാണ് നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ക്രിസ്മസ് സീസണിൽ നമുക്ക് എല്ലാ ദിവസവും അത് ഓർക്കാം അല്ലേ? മറക്കാതെ ഈ ഒരു ഞാൻ പ്രകാശമാണെന്നുള്ള ഒരു ചിന്ത നമ്മുടെ കുഞ്ഞു മനസ്സിലുണ്ടായിരിക്കട്ടെ. ആ ഈശോയാകുന്ന വെളിച്ചത്തെ കൂട്ടുപിടിച്ച് നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഈ ഒരു ക്രിസ്മസ് സീസൺ മുഴുവൻ നമ്മളിങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കഥകളൊക്കെ കേട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ഈശോയെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങും. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിച്ചു, ഈശോ ലോകത്തിൻ്റെ വെളിച്ചമാണ്. കഥ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നമുക്ക് അടുത്ത ദിവസം പുതിയൊരു കഥയുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഈശോയുടെ സ്നേഹവും ഈശോയുടെ ആ സമാധാനവും നിങ്ങളുടെ കുഞ്ഞു ഹൃദയത്തിൽ നിറയട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ. ഏഞ്ചലിക്ക് കഥ ഇഷ്ടമായോ? നല്ല അടിപൊളി കഥ. ഈശോ നമുക്ക് പ്രകാശമായതുപോലെ നമുക്കും പ്രകാശമാകാം. എല്ലാ രാജ്യത്തെയും ക്രിസ്മസ് സെലിബ്രേഷൻ ഡിഫറെൻ്റ് ആണ്. നമുക്കിന്ന് രാജ്യത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ കണ്ടാലോ? നമുക്കിന്ന് ഫ്രാൻസിന്റെ ക്രിസ്മസ് സെലിബ്രേഷൻ കാണാം. ലോകത്തിലെ ഏറ്റവും വലിയ കത്തോലിക്ക രാജ്യങ്ങളിൽ 6ാമത്തെ രാജ്യമാണ് ഫ്രാൻസ്. ക്രിസ്തുമസ് അവിടുത്തെ ആനുവൽ ഹോളിഡേ ആണ്. ഫ്രാൻസിലെ ക്രിസ്മസ് ഒരുക്കങ്ങൾ ആരംഭിക്കുന്നത് ഡിസംബർ 6-നാണ്. ഡിസംബർ 6-ന് ഒരു പ്രത്യേകതയുണ്ട്. സെയിന്റ് നിക്കോളാസിന്റെ ഫീസ്റ്റ് ഡേ ആണെന്ന്. സെയിന്റ് നിക്കോളാസ് ആരാണെന്നറിയില്ലേ? നമ്മുടെ സാന്താക്ലോസ്. പിരേനോയിൽ എന്നാണ് സാന്റായെ അവിടെയുള്ളവർ വിളിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഫാദർ ക്രിസ്മസ്, ഡാഡി ക്രിസ്മസ് എന്നൊക്കെയാണ്. ഈ വിളിയിൽ നിന്നാണ് ക്രിസ്മസ് പപ്പ എന്ന് നമ്മൾ വിളിക്കാൻ തുടങ്ങിയത്. ക്രിസ്മസിന്റെ തലേദിവസം ഫ്രാൻസിലെ കുട്ടികൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്. അവരുടെ ഷൂസൊക്കെ പോളിഷ് ചെയ്ത് ചിമ്മിനി വിളക്കിന്റെ അടുത്തുകൊണ്ട് ചെന്ന് വെക്കും. അവരുടെ വിശ്വാസമനുസരിച്ച് ആ രാത്രിയിൽ സാന്താക്ലോസ് വന്ന് ആ ഷൂസിൽ സമ്മാനങ്ങൾ നിറയ്ക്കും. കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങളാണ് ഉണ്ടാവുക. ചോക്ലേറ്റ്സ്, ടോയ്സ്, അങ്ങനെയൊക്കെ. ഈ സമ്മാനങ്ങൾ നിറയ്ക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. ക്രിസ്മസ് സീസണിൽ ഈ കുട്ടികൾ എങ്ങനെയായിരുന്നോ അതിനനുസരിച്ചായിരിക്കും അവർക്ക് കിട്ടുന്ന സമ്മാനങ്ങളും. അതുകൊണ്ട് തന്നെ ഫ്രാൻസിലെ കുട്ടികൾ ക്രിസ്മസ് സീസണിൽ അവരുടെ സ്വഭാവം നന്നാക്കാനായിട്ട് ശ്രദ്ധിക്കും. പിന്നെ ഫ്രാൻസിലെ മറ്റൊരു ക്രിസ്മസ് പ്രത്യേകത ഡെക്കറേഷൻസ് ആണ്. ക്രിസ്മസ് സീസൺ ആയി കഴിഞ്ഞാൽ ഡിസംബർ 6 മുതൽ തന്നെ എല്ലാ സ്ട്രീറ്റ്സും സിറ്റീസും വീടുകളുമൊക്കെ ലൈറ്റും ട്രീയും ഒക്കെ വെച്ച് ഭംഗിയായി ഡെക്കറേറ്റ് ചെയ്യും. ക്രിസ്മസ് സീസണിൽ വീടുകൾ സന്ദർശിക്കുകയും ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുകയും സമ്മാനങ്ങൾ കൈമാറുകയും ഒക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ഫ്രാൻസിലെ ആളുകൾക്ക് ക്രിസ്മസ് വലിയൊരു ആഘോഷത്തിന്റെ സമയമാണ്. ഏഞ്ചലിക്ക് ക്രിസ്മസ് സീസണിൽ ഏറ്റവും ഇഷ്ടമുള്ള എന്താ? ഡെക്കറേഷൻസ് ഇഷ്ടം. എനിക്ക് ഫുഡാ ഇഷ്ടം. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം കാരൽ സിംഗിങ് ആട്ടോ. അങ്ങനെയാണ് നമുക്ക് നമ്മുടെ അടുത്ത സെഗ്മെന്റിലേക്ക് പോയാലോ? കാരൽ സിംഗിങ്. നമുക്ക് കാരൽസ് കേട്ടാലോ? Hello everyone, I'm Joanne. Like all of you, I'm also excited about this wonderful season, the season of Advent, a special time where we reflect the joy and peace of Christ. Today, on this road to Bethlehem, joining me is my siblings and my cousins for this beautiful carol, A Ray of Hope. Lord God, may your blessings come down upon us as we light the candles of this wreath. May the wreath and its light be a sign of Christ's promise to bring us salvation. We make this prayer to Christ our Lord. Amen.
Ray of hope flickers in the sky. A tiny star lights a way up high. All across the land dawns a brand new morn. This comes to pass when a child is born. The silent wish sails the seven seas. The winds of change whisper in the trees, and the walls of doubt crumble, tossed and torn. This comes to pass when a child is born. The rosy hue settles all around. You start to feel you're on solid ground. For a spell or two, no one seems forlorn. This comes to pass when a child is born. And all of this happens because the world is waiting for one child. Black, white, yellow, no one knows. But a child that will grow up and turn tears to laughter, hate to love, war to peace, and everyone to everyone's neighbor. And misery and suffering will be words to be forgotten forever. It's all a dream, an illusion now. It must come true sometime soon, somehow. All across the land dawns a brand new morn. This comes to pass when a child is born. This comes to pass when a child is born. ഇനി നമ്മൾ ഈ പ്രോഗ്രാമിന്റെ ആക്ടിവിറ്റി ടൈമിലേക്ക് പോവുകയാണ്. എൻ്റെ പുറകിൽ ഈ ബോർഡ് കണ്ടില്ലേ? നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേര് റോട്ട് ബെത്ലഹേം എന്നാണ്. നമ്മൾ ബൈബിളിലൂടെ 25 സ്ഥലം ഈ ബോർഡ് മാർക്ക് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ബെത്ലഹേമിലെത്തും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലത്തെ ഒരു ബോർഡിലോ ചാർട്ട് പേപ്പറിലോ ഒരു റോഡ് വരച്ചിട്ട് സ്ഥലങ്ങൾ മാർക്ക് ചെയ്യണം. എന്നാ നമുക്ക് നമ്മുടെ സ്ഥലം മാർക്ക് ചെയ്താലോ? യെസ്. നിങ്ങൾക്ക് ഇന്ന് ആക്ടിവിറ്റി മാത്രമല്ല ഒരു ആക്ഷനും കൂടെ ഉണ്ട് ചെയ്യാൻ. ഇന്നത്തെ ആക്ഷൻ എന്താണെന്ന് അറിയാമോ? ദൈവത്തിൽ നിന്നകന്ന് ഇരുട്ടിൽ ജീവിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കണം. നിങ്ങളത് ചെയ്യില്ലേ? നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാൻ സമയം. അതിനു മുമ്പ് നിങ്ങൾക്ക് സന്തോഷമുള്ളൊരു കാര്യമുണ്ട്. നമ്മൾ ഇന്ന് വായിച്ച ബൈബിൾ പാസേജിൽ നിന്ന് നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. നിങ്ങളുടെ ഉത്തരങ്ങൾ ഇനി പറയുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കണം. അതിന് ഒരു വിജയെ തിരഞ്ഞെടുക്കും. ഇന്നത്തെ ചോദ്യം ഇതാണ്: പ്രോട്ടോ ഇവങ്കേലിയം എന്നറിയപ്പെടുന്ന വചനഭാഗം ഏതാണ്? ഒന്നും കൂടെ പറയാം. പ്രോട്ടോ ഇവങ്കേലിയം എന്നറിയപ്പെടുന്ന വചനഭാഗം ഏതാണ്? നിങ്ങൾ ഉത്തരം അയക്കേണ്ട നമ്പർ 9605818881. ഒന്നും കൂടിയും പറയാം, 9605818881. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെ നമുക്ക് അടുത്ത എപ്പിസോഡ് വീണ്ടും കാണാം. ബൈ.